ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഈ അകത്തോട്ട് നിങ്ങളുടെ മുറിയിലേക്ക് ഓടിക്കോ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വന്നാ മതി. അത് കൊള്ളാം. അതെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ രാധമ്മയുണ്ട്, സൂക്ഷിച്ചു വേണം പോകാൻ. ആ ചെല്ല്, വേഗം പൊക്കോ. ദൈവമേ, പോയവരാരും തിരിച്ചു വരുന്നില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊന്നും അറിയുന്ന പോലുമില്ലല്ലോ. ആര് വരുന്നുണ്ടല്ലോ. ദൈവമേ, എന്തും പോലത്തെ രുക്മിണിയാണല്ലോ അത്. എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണ്. രാധമ്മേ, രാധമ്മ ഒറ്റയ്ക്കേ ഉള്ളോ? മറ്റുള്ളവരൊക്കെ എവിടെ പോയി? രാജുവും ഋതുമോളും വർമ്മ സാറിനെ കാണാൻ പോയി. വേണുവേട്ടൻ ആരെ കാണാൻ ഇപ്പൊ പോയേ ഉള്ളൂ. പിന്നെ പ്രീമോളുടെ കാര്യം അറിയാലോ, ശ്രീമോളുടെ അടുത്താ. അല്ല, അവരിപ്പോ എവിടെ ഇല്ലേ? ആ ജയന്റെ അമ്മ. അതോ അവരവരുടെ വീട്ടിൽ തിരിച്ചു പോയോ? ഏയ്, അമ്മ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് പകൽ പോലെ അവരെ കാണാനില്ലെന്നേ. എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ രുക്മിണി വെറുതെ വന്നാണോ? എന്തോ എനിക്ക് പെട്ടെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. ഓ, വലിയ മനോവിഷമാ രാധമേ. എന്റെ മക്കളെ രണ്ടും ഇപ്പൊ എന്റെ ശത്രുക്കളാ. അവളാണെങ്കി ഒരേ ഒരു ഇരിപ്പ, ഒരുമാതിരി കൽപ്രതിമ പോലെ. എന്നോടൊന്നും മിണ്ടാറില്ല. പിന്നെ മകനാണെങ്കി ആവുന്നത്ര ഞാൻ അവനെ വിളിച്ചു നോക്കി, ശ്രീമോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ. എവിടെ? അവൻ എന്നെ പറയാത്ത ചീത്തയില്ല. മരണവീട് പോലെയാ രാധമേ ഇപ്പൊ എന്റെ വീട്. ഞാനിങ്ങനെ മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നു മാത്രം. രുക്മിണി വിഷമിക്കാതെ. മനഃപൂർവ്വം അല്ലെങ്കിലും രുക്മിണിയുടെ സങ്കടത്തിന് ഞങ്ങളും കൂടെ കാരണക്കാരാ. ആ വേദന ഒരു തീരാ വേദനയാ ഞങ്ങൾക്ക്. ഞാൻ വന്നത് അതൊന്നും പറഞ്ഞ് രാധമ്മയെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ആരോടെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പറഞ്ഞാ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറയാനേ എന്നെ കൊണ്ടിപ്പോ പറ്റൂ രുക്മിണി. വീട്ടിലാണെങ്കി ആഹാരം വെച്ചിട്ട് 2 ദിവസമായി. എന്തിനാ വച്ചിട്ട്? ആര് കഴിക്കാനാ? രമ്യ ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചു. ദേ, ഇപ്പൊ എന്റെ തല കറങ്ങുവാ രാധമേ. രുക്മിണി, ഞാൻ എന്തെങ്കിലും ഇത്തിരി ആഹാരം കൊണ്ടുവരട്ടെ? ഭക്ഷണം ഒന്നും വേണ്ട രാധമേ, എനിക്കൊരു ചായ കിട്ടിയാ മതി. നല്ല ചൂടോടെ വേണമെന്ന് മാത്രം. ഞാനിപ്പോ എടുക്കാം. രുക്മിണി അവിടെ ഇരിക്കേ, പതുക്കെ. ഇപ്പൊ വരാം. മുണ്ടക്കലമ്മേ, മാളത്തീന്ന് പുറത്തിറങ്ങണ്ടേ? ഇങ്ങ ഇറങ്ങി വാ. പേടിക്കണ്ട, ഞാനാ രുക്മിണി. അംബിക പറഞ്ഞിട്ടാ വന്നത്. ആരും ഇവിടെ അങ്ങും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ ആരുമില്ല. ഒന്ന് വേഗം വന്നേ, വാ. വേഗം ഒന്ന് പുറത്തോട്ട് പോ. എന്നിട്ടേ ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരിച്ചു വരാം. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ.
ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഉഫ്, ഈ അലവലാതിക്ക് വരാൻ കണ്ട ഒരു നേരം. അതെ, നിങ്ങളൊരു കാര്യം ചെയ്. നിങ്ങൾ ഈ അകത്തൂടെ നിങ്ങളുടെ മുറിയിലേക്ക് ഓടിക്കോ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ വന്നാ മതി. ആ അത് കൊള്ളാം. അതെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ രാധമ്മയുണ്ട്, സൂക്ഷിച്ചു വേണം പോകാൻ. ആ ചെല്ല്, വേഗം പൊക്കോ. എന്താ രുക്മിണി തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കണത്? പലിശയ്ക്ക് കാശ് കൊടുത്ത ആരെങ്കിലും തട്ടിപ്പോയോ? ഏയ്, അതൊന്നും അല്ല വേണോട്ടാ. ഉം. എന്റെ സങ്കടങ്ങൾ ഓർത്ത് അങ്ങനെ ഇരുന്നു പോയതാ. അതോ ഞങ്ങൾക്കിട്ട് പുതിയ വല്ല വേലയായിട്ട് ഇറങ്ങിയതാണോ? എന്താ വേണോട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അത് സത്യ. എന്നുവെച്ച് ജീവിതകാലം മുഴുവൻ അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ആ പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് ആരോടും പിണക്കമില്ല. എല്ലാരോടും സ്നേഹിച്ചും സഹകരിച്ചും പോണമെന്ന് തന്നെ ആഗ്രഹം. പിന്നെ വിളച്ചിൽ കൊണ്ട് ആര് വന്നാലും വിട്ടുകൊടുക്കേയില്ല. ആ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ? ആ രുക്മിണി ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അയ്യോ, ചായ മാത്രം മതി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കുഴപ്പമില്ല, കുടിച്ചോ. അതാരാ? നിലാവത്ത് കോഴി ഇറങ്ങുന്നത് പോലെ വരുന്നത് നമ്മുടെ മുണ്ടയ്ക്കലമ്മയല്ലേ? ആ, കോഴിയല്ല, കൊളക്കോഴിയാ ഇറങ്ങിയത്. രുക്മിണി ഒന്ന് മാറിയേ, ഞാനൊന്ന് ഇരിക്കട്ടെ. ഓ, അയ്യോ. നിങ്ങളിത് എവിടെ പോരുന്ന അമ്മേ? ഞങ്ങളങ്ങ് പേടിച്ചു പോയല്ലോ. ആദ്യം ഒരിത്തിരി വെള്ളം എടുക്ക്. പോയ സ്ഥലമൊക്കെ പിറകെ പറയാം. ആ നിങ്ങള് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ ജയന്റെ അമ്മ. എന്ത് വെച്ച്? ആരെങ്കിലും ഇട്ട് ഓടിച്ചോ? എന്നെ ആരും ഓട്ടിച്ചിട്ടുമില്ല, ഞാനൊട്ട് ഓടത്തുമില്ല. ഞാനേ ഉണ്ണി അർച്ചയുടെയും തുമ്പോലർച്ചയുടെയും പിൻഗാമിയാ. കൊച്ചമ്മണി ആർച്ച. കൊച്ചമ്മിണി അർച്ച. ഏ ദാ കുടിക്ക്. അകലെ